തിരികെ സ്വാഗതം. വാർത്തകളിലേക്ക്. കരൂർ ദുരന്തത്തിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് ടി.വി.കെ. കോടതി പ്രത്യേക സംഘത്തെ നിയോഗിച്ചാലേ കൃത്യമായ അന്വേഷണം നടക്കൂ. ജനക്കൂട്ടത്തിനിടയിൽ പോലീസ് ലാത്തി വീശിയത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ആംബുലൻസ് ആൾക്കൂട്ടത്തിനിടയിലേക്ക് കയറി വന്നു. ആംബുലൻസ് സെന്തിൽ ബാലാജിയുടേതായിരുന്നുവെന്നും ടി.വി.കെ. ആരോപിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരായ ഹർജികൾ വിധി പറയാനായി മാറ്റി. സജു തോമസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരും. സജു, എന്തൊക്കെ വാദങ്ങളാണ് ടി.വി.കെ. ഇന്ന് കോടതിയിൽ നിരത്തിയത്? അമൃത, പ്രധാനമായിട്ടും CBI അന്വേഷണം തന്നെ വേണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ടി.വി.കെ. മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നോ അന്വേഷണം ഉണ്ടാവുകയാണെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണത്തിൽ കൈകടത്താനുള്ള സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും സുപ്രീം കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘമോ അതല്ലെന്നുണ്ടെങ്കിൽ CBI അന്വേഷണമോ വേണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് ടി.വി.കെ. ഉന്നയിച്ചത്. പക്ഷേ അത് അംഗീകരിക്കാൻ എന്തായാലും കോടതി തയ്യാറായിട്ടില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ വിധി പറയാൻ വേണ്ടി കോടതി ഈ ഹർജികൾ മാറ്റിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ അപകടത്തിൽ അല്ലെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ അതിക്രമമാണ്. ഇവിടേക്ക് എത്തിയ പ്രവർത്തകരിലേക്ക് ലാത്തി വീശിയതാണ് വലിയ രീതിയിലേക്ക് അപകടമുണ്ടാവാൻ ഇടയാക്കിയതെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആക്ഷേപവും ഇന്നിപ്പോൾ കോടതിയിൽ വരികയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ അപകട സ്ഥലത്തേക്ക് ഒരു ആംബുലൻസ് വന്നു. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ആംബുലൻസ് തന്നെ വന്നു. അത് മുൻ മന്ത്രി സെന്തിൽ ബാലാജിയുടെ ഉടമസ്ഥതയിലുള്ള ആംബുലൻസ് ആണ്. കരുതി കൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഉണ്ടാകണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതി വിധി പറയാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകളടക്കം പ്രത്യേക അന്വേഷണ സംഘം ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് നേരത്തെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ടി.വി.കെ. വാദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഈ അപകടം നടന്ന സ്ഥലത്ത് DMK ഒരു പരിപാടിക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോൾ പോലീസ് ഇവിടെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ സ്ഥലപരിമിതിയുടെ ബുദ്ധിമുട്ടുള്ളത് ഇവിടെ പരിപാടി നടത്താൻ സാധിക്കില്ല എന്നൊരു കാര്യമാണ് പോലീസ് നൽകിയത്. പക്ഷേ എന്തുകൊണ്ടാണ് ടി.വി.കെക്ക് ഈ സ്ഥലം നൽകിയത്? അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ട് അതുകൊണ്ട് എന്തായാലും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണ സമിതിയോ അല്ലെന്നുണ്ടെങ്കിൽ CBI അന്വേഷണമോ വേണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് എന്തായാലും ടി.വി.കെ. ഇന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാദങ്ങൾക്കും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിധികൾക്കുമായിട്ട് ഇതിപ്പോൾ സുപ്രീം കോടതി ഈ കേസ് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ശരി, സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.